Dear students, welcome to the class of fluid mechanics and hydraulics. In this class, we will discuss the topics rapidly varied flow, hydraulic jump, expression for depth of hydraulic jump, expression for sequent depth in terms of Raud number, then length of hydraulic jump, energy loss due to hydraulic jump, and characteristics, types, and applications of hydraulic jump. First one, rapidly varied flow. Flow in a channel is said to be non-uniform when depth of flow and velocity of flow varies continuously from one section to another along the length of the channel. ഓപ്പൺ ചാനൽ ഫ്ലോസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതായിരുന്നു യൂണിഫോം ഫ്ലോ ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോൻ്റെ കേസ് എന്ന് വെച്ചാൽ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഡെപ്ത് ഓഫ് ഫ്ലോന് വേരിയേഷൻ ഉണ്ടാവില്ല. നോൺ യൂണിഫോം ഫ്ലോൻ്റെ കേസ് എന്ന് വെച്ചാൽ ഒരു സെക്ഷനിൽ ഈ ഒരു സെക്ഷനിൽ അടുത്തൊരു സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഡെപ്ത് ഓഫ് ഫ്ലോ ഇവിടെയുള്ള ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടാവും, ഇവിടെയുള്ളൊരു ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടാവും. അതെന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. യൂണിഫോം ഫ്ലോൻ്റെ കേസ് എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനിലെ ഡെപ്ത് ഓഫ് ഫ്ലോയും ഈ ഒരു സെക്ഷനിലെ ഡെപ്ത് ഓഫ് ഫ്ലോയും അത് സെയിം ആണ്. ഇനി നോൺ യൂണിഫോം ഫ്ലോനെ തന്നെ പിന്നെയും സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് നോൺ യൂണിഫോം ഫ്ലോന്. അതാണ് ഗ്രാജ്വലി വാരിയഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ. ഡിപ്പെൻഡിങ് അപ്പോൺ ദി റേറ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഫ്ലോ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, വാരിയഡ് ഫ്ലോ ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രാജ്വലി വാരിയഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ. വാരിയഡ് ഫ്ലോ എന്ന് വെച്ചാൽ നോൺ യൂണിഫോം ഫ്ലോ. ഗ്രാജ്വലി വാരിയഡ് ഫ്ലോ എന്ന് വെച്ചാൽ ഈ ഡെപ്ത് ഓഫ് ഫ്ലോ ഇവിടെ ഒരു ഡെപ്ത് ഉണ്ട്, ഇവിടെയും ഒരു ഡെപ്ത് ഉണ്ട്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഡിഫറൻസ് ലാർജ് ഡിസ്റ്റൻസിലായിരിക്കും. ലാർജ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ചെറിയ വേരിയേഷൻ മാത്രമേ ഡെപ്തിന് ഉണ്ടാവുള്ളൂ ഗ്രാജ്വലി വാരിയഡ് ഫ്ലോൻ്റെ കേസാണെങ്കിൽ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ. ഇഫ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് അബ്രപ്റ്റ്ലി ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് അലോങ് ദി ലെങ്ത് ഓഫ് ദി ചാനൽ ദെൻ ദ ഫ്ലോ ഈസ് കോൾഡ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ. റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോൻ്റെ കേസിൽ പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഇത്തിരി ഷോർട്ട് ഡിസ്റ്റൻസിലായിരിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ലേ. ഇപ്പം ഇവിടെ ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ട്, ഇവിടെ വേറൊരു ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. മീൻസ് ഈ ഒരു ലെങ്ത്ത് വളരെ ഷോർട്ട് ലെങ്ത്തിലായിരിക്കും ആ ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ വേരിയേഷൻ വരുന്നത്. അതാണ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ ആർ ഹൈഡ്രോളിക് ജമ്പ്, ഫ്ലോ ഓവർ ഹംപ്, ഫ്ലോ ത്രൂ ചാനൽ ട്രാൻസിഷൻ. ഇതൊക്കെയാണ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. When compared to gradually varied flow, the following characteristics of rapidly varied flow should be considered. First one, rapidly varied flow has very pronounced curvature of streamlines. Therefore, acceleration in rapidly varied flow is not negligible, and the pressure distribution cannot be assumed to be hydrostatic. ഗ്രാജ്വലി വാരിയഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ അത് തമ്മിലെ മേജർ ഡിഫറൻസ് ആണ് പറയുന്നത്. ഗ്രാജ്വലി വാരിയഡ് ഫ്ലോൻ്റെ കേസിൽ സ്ട്രീം ലൈൻസ് പാരലായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, മീൻസ് അതിൻ്റെ കർവേച്ചർ എഫക്റ്റ് നെഗ്ലിജിബിൾ ആണ് ഗ്രാജ്വലി വാരിയഡ് ഫ്ലോൻ്റെ കേസിൽ. ലോങ് ഡിസ്റ്റൻസിലാണ് ആ വേരിയേഷൻ വരുന്നത്, ഡെപ്തിൻ്റെയൊക്കെ വേരിയേഷൻ വരുന്നത് ഗ്രാജ്വലി വാരിയഡ് ഫ്ലോൻ്റെ കേസിൽ. പക്ഷേ റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോൻ്റെ കേസിൽ ആ സ്ട്രീം ലൈൻസിൻ്റെ കർവേച്ചർ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് പ്രൊനൗൺസ്ഡ് കർവേച്ചർ ഓഫ് സ്ട്രീം ലൈൻസ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ആക്സിലറേഷൻ എഫക്റ്റ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോൻ്റെ കേസിൽ ആക്സിലറേഷൻ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഗ്രാജ്വലി വാരിയഡ് ഫ്ലോൻ്റെ കേസിൽ ഒരു സെക്ഷനിൽ നമ്മൾ എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്തിട്ടുണ്ട്. പക്ഷേ റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ ഒക്കെ ചെയ്യുന്ന കേസിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ സ്ട്രീം ലൈൻസിൻ്റെ കർവേച്ചർ എഫക്റ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആക്സിലറേഷൻ എഫക്റ്റ് അവിടെ വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ ഒക്കെ ചെയ്യുന്ന അവിടെ. സെക്കൻഡ് വൺ, റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ യൂഷ്വലി ഒക്കർ ഇൻ എ ഷോർട്ട് ഡിസ്റ്റൻസ്. ദെർഫോർ ഫ്രിക്ഷണൽ ലോസസ് അറ്റ് ദി ചാനൽ ബൗണ്ടറീസ് ആർ സ്മോൾ ആൻഡ് മേ ബി നെഗ്ലക്റ്റഡ്. But in case of gradually varied flow, the boundary friction plays an important role in the flow analysis. ഓൾറെഡി പറഞ്ഞതാണ് ഈ ഗ്രാജ്വലി വാരിയഡ് ഫ്ലോ എന്ന് പറയുന്നത് വെരി ലോങ് ഡിസ്റ്റൻസിലാണ് ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ എഫക്റ്റ് ചാനൽ ബെഡ് ആൻഡ് സൈഡ്സിലുള്ള ഫ്രിക്ഷണൽ എഫക്റ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ എന്ന് വെച്ചാൽ
ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാനൽ റീച്ച് കുറവായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫ്രിക്ഷണൽ എഫക്റ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സമയത്ത് അധികം എററൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഈ റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ ഒക്കർ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് ഹൈഡ്രോളിക് ജമ്പ്. വെൻ ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്, that is y greater than yc, then the flow is said to be subcritical flow. When the depth of flow in a channel is less than critical depth, then the flow is said to be supercritical flow. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ക്രിട്ടിക്കൽ ഡെപ്ത്. ക്രിട്ടിക്കൽ ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിനെക്കാട്ടിയും കൂടുതലാണ് ഫ്ലോ ഡെപ്ത് എങ്കിൽ എന്തായിരിക്കും ഫ്ലോ എന്ന് പറയുന്നത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഇനി ഒരു ചാനലിലെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് അത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവാണെങ്കിൽ ആ കേസിൽ ഫ്ലോ എന്തായിരിക്കും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഓക്കെ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ഫ്രൗഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്. സബ് ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ ഫ്രൗഡ് നമ്പർ ലെസ് ദാൻ 1 ആയിരിക്കും. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് എക്സ്പെരിമെൻ്റലി ദാറ്റ് ദ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഈസ് ഓൾവേസ് അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ ഓൺ ദി ഡൗൺ സ്ട്രീം സൈഡ്. ദ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഇറ്റ് സെൽഫ് കൺവേർട്ട് ഇൻ ടു സബ് ക്രിട്ടിക്കൽ ഫ്ലോ ബൈ ഇൻക്രീസിങ് ദി ഡെപ്ത് ഓഫ് വാട്ടർ സർഫസ്. മീൻസ് ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഇറ്റ് സെൽഫ് വിൽ കൺവേർട്ട് ടു സബ് ക്രിട്ടിക്കൽ ഫ്ലോ. സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നോർമലി എന്ത് വേണം, ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, അതിന് സബ് ക്രിട്ടിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി എന്ത് ചെയ്യും, ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. Okay, this sudden increase in depth of water is called hydraulic jump or standing wave. ഈ സഡൻ ആയിട്ട്, അതായത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന സമയത്ത് സഡൻ ആയിട്ട് എന്തുണ്ടാവും, ഡെപ്ത് ഫ്ലോ ഡെപ്തിന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അതിനാണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ഐഡിയ കിട്ടും. ഒന്ന് ഹൈഡ്രോളിക് ജമ്പിനെ ഡിഫൈൻ ചെയ്യുക അങ്ങനെയൊന്ന്. ഇൻ ആൻ ഓപ്പൺ ചാനൽ ഫ്ലോ വെൻ റാപ്പിഡ്ലി ഫ്ലോയിങ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അബ്രപ്റ്റ്ലി ചേഞ്ചസ് ടു സബ് ക്രിട്ടിക്കൽ ഫ്ലോ, a sudden rise or jump in elevation of water surface takes place. This phenomenon is known as hydraulic jump. ഇവിടെ ഒരു ഡാം ഉണ്ട്, വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയറക്ഷനിലാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഇത് ചാനൽ ബെഡാണ്. ഈ ഒരു റേഞ്ചിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഹൈ വെലോസിറ്റിയിലായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ആ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന സമയത്ത് എന്ത് ചെയ്യും, ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ഇവിടെ ചെറിയ ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടാവില്ല, സബ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഹൈ ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് സഡനായിട്ട് എന്തുണ്ടാവും, ഒരു എലിവേഷൻ ചേഞ്ച്, ഡെപ്ത് ഓഫ് ഫ്ലോന് സഡനായിട്ട് ഒരു ഇൻക്രീസ് ഉണ്ടാവും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ആ സഡനായിട്ട് ആ എലിവേഷൻ ഡെപ്ത് ഓഫ് ഫ്ലോന് ഉണ്ടാകുന്ന ആ ഒരു ഇൻക്രീസ്, അതാണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. വെൻ ഹൈഡ്രോളിക് ജമ്പ് ടേക്സ് പ്ലേസ് ലോസ് ഓഫ് എനർജി ഡ്യൂ ടു എഡി ഫോർമേഷൻ ആൻഡ് ടർബുലൻസ് ഒക്കെ. ഈ ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ പറയുന്ന സമയത്ത് ഇവിടെ ലാർജ് എഡീസ് ഇട്ട് അല്ലെങ്കിൽ ടർബുലൻസ് കൂടുതലായിരിക്കും. ഒരുപാട് എഡീസ് ഇവിടെ ഫോം ചെയ്യും. എഡി ഫോർമേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ലോസ് ഓഫ് എനർജി. മീൻസ് ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ പറയുന്ന സമയത്ത് എന്തുണ്ടാവും, ലോസ് ഓഫ് എനർജി ഉണ്ടാവും. ആഫ്റ്റർ ദ ജമ്പ് ദ വാട്ടർ ഫ്ലോസ് വിത്ത് ഗ്രേറ്റർ ഡെപ്ത് ആൻഡ് ലോ വെലോസിറ്റി. ഈ ജമ്പിന് ശേഷം, ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ പറയുന്നതിന് ശേഷം പിന്നെന്താണ്, ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് വെച്ചാൽ ലോ വെലോസിറ്റി ആയിരിക്കും. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സബ് ക്രിട്ടിക്കൽ ഫ്ലോയിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കുറവായിരിക്കും, ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഹൈഡ്രോളിക് ജമ്പ് ഒക്കേഴ്സ് ജനറലി അറ്റ് ഫുട്ട് ഓഫ് സ്പിൽവേ, ഈ കാണിച്ചിരിക്കുന്നത്, ആൻഡ് അറ്റ് ദി ഡൗൺ സ്ട്രീം ഓഫ് സ്ലൂയിസ് ഗേറ്റ് വേർ ദ വെലോസിറ്റീസ് ആർ വെരി ഹൈ. അതേപോലെ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്ന വേറൊരു കേസ് എന്ന് പറയുന്നത് സ്ലൂയിസ് ഗേറ്റ്. ഇതാണ് സ്ലൂയിസ് ഗേറ്റ്. ഈ ഒരു റേഞ്ച്, ഈ ഒരു റീജിയനിൽ എന്തായിരിക്കും, ഹൈ വെലോസിറ്റി അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതെന്ത് ചെയ്യും, സബ് ക്രിട്ടിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്, അത് സബ് ക്രിട്ടിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലോ ഡെപ്തിന് ഒരു ഇൻക്രീസ് ഉണ്ടാവും. ഇവിടെ ഫ്ലോ ഡെപ്ത് ഇതാണ്, ഇവിടെ ഇത്രയും ഫ്ലോ ഡെപ്ത് ഉണ്ട്. ഓക്കെ, ഒരു സഡൻ ട്രാൻസിഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്നത്. ഇതാണ് പ്രാക്ടിക്കലായിട്ട് ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്ന രണ്ട് സിറ്റുവേഷൻസ്.
അടുത്തത് എക്സ്പ്രഷൻ ഫോർ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഇനി ഇവിടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ബിഫോർ ഹൈഡ്രോളിക് ജമ്പ് ഒരു ഡെപ്ത് ആയിരിക്കും, ആഫ്റ്റർ ദി ഹൈഡ്രോളിക് ജമ്പ് ഒരു ഡെപ്ത് ആയിരിക്കും. അത് തമ്മിലുള്ള റിലേഷനാണ് ഇനി ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. In the analysis of hydraulic jump, the momentum equation is used by considering the portion of hydraulic jump as control volume. ഇവിടെ അനാലിസിസിന് നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത് മൊമെൻറ്റം ഇക്വേഷനാണ്. ഓക്കെ, ആ ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ ചെയ്യുന്ന ആ ഏരിയ കൺട്രോൾ വോളിയമായിട്ട് കൺസിഡർ ചെയ്തിട്ട് മൊമെൻറ്റം ഇക്വേഷൻ ആണ് ഈ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിനടുത്തിരിക്കുന്ന അസംഷൻസ്. ഫസ്റ്റ് വൺ, ദ ഹൈഡ്രോളിക് ജമ്പ് യൂഷ്വലി ഒക്കർ ഇൻ എ ഷോർട്ട് ഡിസ്റ്റൻസ്. Therefore, friction at the wall and channel bed is small and may be neglected. ഓക്കെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചാനൽ ബെഡ് അതേപോലെ സൈഡ്സിലുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എററൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. സെക്കൻഡ് വൺ, the slope of channel bed is very small so that the component of weight of water in the direction of flow is negligibly small. അതായത് ചാനൽ ബെഡിൻ്റെ സ്ലോപ്പ് വളരെ സ്മോൾ ആണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ. ആ കേസിൽ എന്തായിരിക്കും? W sin I. അതാണ് കമ്പോണൻ്റ് ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. I 0 ആവുന്ന സമയത്ത് sin I 0, അല്ലെങ്കിൽ W sin I എന്ന് പറയുന്നത് 0, അല്ലെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. തേർഡ് വൺ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഹൈഡ്രോളിക് ജമ്പ് ദ ഫ്ലോ ഈസ് യൂണിഫോം ആൻഡ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക്. ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുന്നതിന് മുന്നേ പിന്നെ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്തതിന് ശേഷം ഈ രണ്ട് കേസിലും ഫ്ലോ എന്തായിട്ടാണ്? യൂണിഫോം ഫ്ലോ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അവിടെ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ്. ഫോർത്ത് വൺ, ദ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടർ ഈസ് യൂണിറ്റി. Consider a hydraulic jump formed in a prismatic rectangular channel with a horizontal bed. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിലാണ്. പ്രിസ്മാറ്റിക് റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിലാണ് എല്ലാ കാര്യങ്ങളും ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹൈഡ്രോളിക് ജമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രിസ്മാറ്റിക് റെക്ടാങ്കുലർ ചാനൽ വിത്ത് ഹൊറിസോണ്ടൽ ബെഡ്. യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് നോക്കാം. സെക്ഷൻ 1 ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y1, സെക്ഷൻ 2 ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y2. സെക്ഷൻ 1 വെലോസിറ്റി v1 ആണ്, സെക്ഷൻ 2 വെലോസിറ്റി v2, ഏരിയ a1, ഇവിടുത്തെ ഏരിയ a2. p1 എന്ന് വെച്ചത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1. ഓക്കെ, സെക്ഷൻ 1 കൺസിഡർ എന്ന് വെച്ചാൽ ബിഫോർ ഹൈഡ്രോളിക് ജമ്പ്. ഹൈഡ്രോളിക് ജമ്പ് ഇവിടെയാണ് ഒക്കെ ചെയ്യുന്നത്. ബിഫോർ ഹൈഡ്രോളിക് ജമ്പാണ് സെക്ഷൻ 1. സെക്ഷൻ 2 എന്ന് പറയുന്നത് ആഫ്റ്റർ ദി ഹൈഡ്രോളിക് ജമ്പാണ്. ഓക്കെ, ഇവിടെയുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ആണ്, പ്രഷർ ഫോഴ്സ് ആണ് ഞാൻ P1 വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് P2 വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത് സെക്ഷൻ 2. y1 എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് സെൻട്രോയിഡ് ഓഫ് ഫ്ലോ ഏരിയ അറ്റ് സെക്ഷൻ 1 ബിലോ ഫ്രീ സർഫസ്. ഓക്കെ, y1 ബാർ. ഈ ഒരു സെക്ഷൻ 1 ഓക്കെ ഇവിടെയുള്ള ഫ്ലോ ഏരിയ ഉണ്ടാവും. ഇത് ഈ ഒരു ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഫ്ലോ ഏരിയ അതിനെ വെർട്ടിക്കൽ പ്ലേറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ഫ്രീ സർഫസിൽ നിന്ന് ഈ ഒരു ഫ്ലോ ഏരിയ വെർട്ടിക്കൽ പ്ലേറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് y1 ബാർ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ഇല്ലേ ഇത് ഒരു ഫ്ലോ ഏരിയ. ഓക്കെ, അതിൻ്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ഫ്രീ സർഫസിൽ നിന്ന് സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് y2 ബാർ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q ആണ്. B എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ചാനൽ, ഈ ഒരു ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് വിഡ്ത്ത്. ഇത്രയും നൊട്ടേഷൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അസംഷൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂമിങ് നോ ഫ്രിക്ഷൻ ഓൺ ദി വാൾ ഓഫ് ദി ചാനൽ ആൻഡ് നോ കമ്പോണൻറ്റ് ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ദ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫ്ലോ ഡയറക്ഷൻ ബിറ്റ്വീൻ സെക്ഷൻ 1 and 2 ആർ. ഇത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. സെക്ഷൻ 1 സെക്ഷൻ 2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷനാണ് അസ്യൂം ചെയ്തിരിക്കുന്നത് സെക്ഷൻ 1 2. ഓക്കെ, P1 പ്രഷർ ഫോഴ്സ് എന്താണ്? ρg × A1 × y1 ബാർ. ഓക്കെ, അതേപോലെ
സെക്ഷൻ 2 എന്തായിരിക്കും റോ ജി ഇൻറ്റു A2 ഇൻറ്റു Y2 ബാർ. ഇതിൽ ഈ Y1 ബാർ എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോ ഏരിയ, ഓക്കെ, അതിൻ്റെ സെൻട്രോയിഡിലോട്ടുള്ള ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് അതെന്തായിരിക്കും ഇവിടെയുള്ള ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ നേരെ പകുതിയായിരിക്കും. ഓക്കെ, റെക്റ്റാങ്കുലർ ചാനലാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രീ സർഫസ് നിന്ന് സെൻട്രോയിഡോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ നേരെ പകുതിയായിരിക്കും. അതായത് Y1 ബാർ ഈസ് ഈക്വൽ ടു Y1/2, അതേപോലെ Y2 ബാർ ഈസ് ഈക്വൽ ടു Y2/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? P1 ഈസ് ഈക്വൽ ടു റോ ജി A1 ഇൻറ്റു Y1/2, അതേപോലെ P2 ഈസ് ഈക്വൽ ടു റോ ജി A2 ഇൻറ്റു Y2/2. ഇനി ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി മാസ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് 2 ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? P1 മൈനസ് P2. പ്രഷർ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? നോർമൽ ടു ഏരിയ ആയിരിക്കും. ഇതാണ് P1 ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ, ഇതാണ് P2 ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ. നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? P1 മൈനസ് P2. ബാക്കി എല്ലാ ഫോഴ്സസും നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റോ G/2 രണ്ടിലും കോമൺ ആണ്. റോ G/2 ഇൻറ്റു A1 Y1 മൈനസ് A2 Y2 കിട്ടും. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മൊമെൻറ്റം ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കായിട്ട് വരുന്നത് എന്തായിരിക്കും? മൊമെൻറ്റം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് വാട്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. മൊമെൻറ്റം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കാമെന്ന് അങ്ങനെയാണ് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി ചേഞ്ച് ആണ്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ആദ്യം മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു റോ AV എന്നുള്ള ഇക്വേഷൻ. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. അതുകൊണ്ട് മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ്, റോ Q. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ചാൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി അറ്റ് സെക്ഷൻ 2 മൈനസ് വെലോസിറ്റി അറ്റ് സെക്ഷൻ 1 എന്ത് കിട്ടും? റോ Q ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ 1ഉം 2 ഇക്വേറ്റ് ചെയ്യുന്നു. എന്താണ്? മൊമെൻറ്റം പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു റോ Q ഇൻറ്റു V2 മൈനസ് V1. P1 മൈനസ് P2ൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? റോ G/2 ഇൻറ്റു A1 Y1 മൈനസ് A2 Y2 ദാറ്റ് ഈസ് ഈക്വൽ ടു റോ Q ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ, ഇനി ഈ എക്സ്പ്രഷനിൽ റൈറ്റ് സൈഡിൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 2നെ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ അറ്റ് സെക്ഷൻ 2. അതേപോലെ V1 ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ അറ്റ് സെക്ഷൻ 1. ഓക്കെ, ഇതിന് ഈ ഒരു ടേമിൽ Q രണ്ടിലും കോമൺ ആണ്. Qനെ പുറത്തോട്ട് എടുക്കുന്നത് എന്ത് കിട്ടും? റോ Q സ്ക്വയറിൽ 1/A2 മൈനസ് 1/A1. ഓക്കെ, ഇനി ഈ ഒരു ടേമിനെ ഈ റോയും ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ എന്താ കിട്ടുന്നത്? 2നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ 2Q², ഇതിന് Gനെ കൊണ്ടുവന്നാൽ ഡിവൈഡ് ബൈ G. ബാക്കി ഈ ടേമൊക്കെ സെയിം തന്നെ. പിന്നെ റൈറ്റ് സൈഡിൽ എന്ത് മാറ്റാൻ വരുന്നത്? ഇതിനെ A2 Y2 മൈനസ് A1 Y1 അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ A1 Y1 മൈനസ് A2 Y2 ആണ്. ഇതിനെ നേരെ തിരിച്ചെഴുതാൻ കിട്ടും A2 Y2 മൈനസ് A1 Y1. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് മാറ്റാൻ വരിക? ഇവിടെയും നേരെ 1/A1 മൈനസ് 1/A2. അന്നേരം എന്താ? സൈനിന് ചേഞ്ചസ് ഉണ്ടാവില്ല. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓക്കെ സൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. -1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ന് കിട്ടും 1/A1 മൈനസ് 1/A2 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ കിട്ടും A2 Y2 മൈനസ് A1 Y1 ഈസ് ഈക്വൽ ടു 2Q²/G ഇൻറ്റു A2 മൈനസ് A1 ഡിവൈഡ് ബൈ A1 A2. ഇനി ഇതിൽ A1 A2 അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. റെക്റ്റാങ്കുലർ ചാനൽ സെക്ഷനാണ്. ഏരിയ ഓഫ് ഫ്ലോ എന്തായിരിക്കും? ചാനൽ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലോ. അറ്റ് 1 എന്ന് വെച്ചാൽ ചാനൽ വിഡ്ത്ത് പ്രിസ്മാറ്റിക് ആണ്, എല്ലാ സ്ഥലത്തും സെയിം ചാനൽ വിഡ്ത്താണ്. പക്ഷേ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. ഇറ്റ് സെക്ഷൻ 1 A1 ഈസ് ഈക്വൽ ടു B ഇൻറ്റു Y1 ആണ്. B ഇൻറ്റു Y ആണ് സെക്ഷൻ 1ലാവുന്ന സമയത്ത് Y1. അതേപോലെ A2 ഈസ് ഈക്വൽ ടു B ഇൻറ്റു Y2. എന്ത് ചെയ്യുന്നു? A2ൻ്റെയും A1ൻ്റെയും സ്ഥാനത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ എന്ത് വരും? B ഇൻറ്റു Y2², ഇവിടെ B ഇൻറ്റു Y1² വരും. ഇവിടെ 2Q²/G ഇൻറ്റു B ഇൻറ്റു Y2 മൈനസ് Y1 ഡിവൈഡ് ബൈ B ഇൻറ്റു B എന്ന് വെച്ചാൽ B² Y1 Y2. ഓക്കെ,
ഇനി ഇതിൽ ബി കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? ബി ഇൻറ്റു y2 സ്ക്വയർ മൈനസ് y1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2q സ്ക്വയർ ബൈ ജി ബി. ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ ഈ ബിയും ബി സ്ക്വയറും ഉണ്ട്, ഒരു ബി ക്യാൻസൽ ചെയ്താൽ എന്നിട്ട് ആ ബീനെ പുറത്തോട്ട് എടുക്കുന്നു. ബാക്കിയുള്ളത് y2 മൈനസ് y1 ബൈ y1 y2. ഇനി ഈ ഒരു ബീനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ബാക്കിയുള്ളത് y2 സ്ക്വയർ മൈനസ് y1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2q സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ ഇൻറ്റു y2 മൈനസ് y1 ബൈ y1 y2. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഒരു ടേം 2q സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ, 2q സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, എന്ത് കിട്ടും? 2q സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു y2 സ്ക്വയർ മൈനസ് y1 സ്ക്വയർ പിന്നെ ഇൻറ്റു y1 y2 ഡിവൈഡ് ബൈ y2 മൈനസ് y1. ഇത് y2 സ്ക്വയർ മൈനസ് y1 സ്ക്വയർ, അതിനകത്ത് എഴുതാൻ വേണ്ടി പറ്റും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി പറ്റും. അതായത് y2 പ്ലസ് y1 ഇൻറ്റു y2 മൈനസ് y1. ഈ ഒരു y2 മൈനസ് y1ഉം ഈ ഒരു y2 മൈനസ് y1ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ടാവും? 2q സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു y1 y2 ഇൻറ്റു y1 പ്ലസ് y2, ഇക്വേഷൻ നമ്പർ 3. ഇതാണ് മൊമെൻറ്റം ഇക്വേഷൻ ഫോർ ഹൈഡ്രോളിക് ജമ്പ് ഇൻ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനൽ. ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനലിലെ ഹൈഡ്രോളിക് ജമ്പ് അതിൻ്റെ മൊമെൻറ്റം ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഡെപ്ത് റിലേഷനാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ് ഡെപ്ത് റിലേഷൻ y1 ആൻഡ് y2 തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മൊമെൻറ്റം ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു y1നെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ഈ ഒരു ഇക്വേഷനിൽ y1നെ മാത്രം ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, എന്ത് കിട്ടും? ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇനി ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? y2 y1 പിന്നെ ഇത് y2 സ്ക്വയർ. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. y2 സ്ക്വയർ പ്ലസ് y1 y2 മൈനസ് 2q സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ ഇൻറ്റു y1 ഈസ് ഈക്വൽ ടു 0 എന്ന് മതി. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ആരുടെ? ഇൻ ടേംസ് ഓഫ് y2ൻ്റെ ടേംസിൽ എഴുതിയിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണിത്. അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം നോക്കുക. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, ജനറൽ ഇക്വേഷനാണ്. ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തേക്കാണ് y2 വരുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് y2 സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ്. അതേപോലെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് ബി, അതായത് y2ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് y1, അതായത് ബി ഈസ് ഈക്വൽ ടു y1 വരും. സീൻ്റെ സ്ഥാനത്താണ് മൈനസ് 2q സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ, 2q സ്ക്വയർ ഡിവൈഡ് ബൈ ജി ബി സ്ക്വയറിൻ്റെ y1 വരുന്നത് സീൻ്റെ സ്ഥാനത്ത്. ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഇവിടെ ഞാൻ സൊല്യൂഷൻ എന്ന സമയത്ത് നമ്മൾ ഡെപ്താണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതൊരിക്കലും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് ഈ ഒരു സൊല്യൂഷനിൽ മൈനസ് ബി പ്ലസ് എന്നില്ല ടേം മാത്രമേ എടുക്കുന്നുള്ളൂ. മൈനസ് ബി മൈനസ് എന്നില്ല ആ ടേം എഴുതുന്നില്ല. ഓക്കെ, മൈനസ് ബി മൈനസ് എന്നതായിരിക്കും എൻ്റെയർ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവായി പോകും. അതുകൊണ്ടാണ് ആ വാല്യൂ നെഗ്ലക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് വാല്യൂ മാത്രമേ ഡെപ്തിന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സൊല്യൂഷൻ എന്ന സമയത്ത് എന്ത് വരും? മൈനസ് ബി, ബീൻ്റെ സ്ഥാനത്ത് എന്താണെന്ന് പറഞ്ഞു? y1 പറഞ്ഞു. മൈനസ് ബി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് b1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് 1 ആയിരുന്നു ഇൻറ്റു സി എന്ന് പറയുന്നത് ഈ ഒരു ടേം. ഓക്കെ, ഡിവൈഡ് ബൈ 2a എന്ന് വെച്ചാൽ 2 ഇൻറ്റു 1. ഓക്കെ, ഇനി 2നെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം ഫസ്റ്റത്തെ ടേമിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? y2 ഈസ് ഈക്വൽ ടു മൈനസ് y1 ബൈ 2 പ്ലസ്, ഇനി ഈ റൂട്ടിൻ്റെ ഈ എൻ്റയർ ടേമിനെ ഡിവൈഡ് ചെയ്യുന്നു. 2 പുറത്തായില്ല, റൂട്ടിൻ്റെ ഉള്ളിലോട്ട് എടുക്കണം. എന്ത് വേണം? സ്ക്വയർ ചെയ്യണം. 2 സ്ക്വയർ ആവണം. ഓക്കെ, ഈ എൻ്റയർ ടേമിനെ എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റത്തേനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് കിട്ടും? y1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 സ്ക്വയർ, y1 ബൈ 2 ഹോൾ സ്ക്വയർ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ 2 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. ഈ 4ഉം ഈ 2 സ്ക്വയറും ക്യാൻസലായി. ബാക്കി എന്തായാലും ഈ ഒരു ടേം ആണല്ലോ, മൈനസും മൈനസും കൂടെ പ്ലസ് ആയിട്ടുണ്ട്. 2q സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ, 2q സ്ക്വയർ ഡിവൈഡ് ബൈ ജി ബി സ്ക്വയർ ഇൻറ്റു y1, അതായത് y2 ഈസ് ഈക്വൽ ടു ഇതാണ് എക്സ്പ്രഷൻ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഡെപ്ത് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ് അതാണ് y2 എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. y1 എന്ന് പറയുന്നത് ഡെപ്ത് ബിഫോർ ഹൈഡ്രോളിക് ജമ്പാണ്. ഓക്കെ, അതറിയെങ്കിൽ പിന്നെ ഡിസ്ചാർജ് പിന്നെ
ചാനൽ വിഡ്ത്ത് അറിയാൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? y2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. ഇതാണ് y1ഉം y2ഉം തമ്മിലെ റിലേഷനായിട്ട് വരുന്നത്. ഇനി ആ y1 എന്താണ് y2 എന്താണ് അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് ആണ് പറയുന്നത്. ഇനീഷ്യൽ ഡെപ്ത് y1, ദ ഡെപ്ത് ഓഫ് ഫ്ലോ ബിഫോർ ഹൈഡ്രോളിക് ജമ്പ് ഈസ് കോൾഡ് ഇനീഷ്യൽ ഡെപ്ത്. ഇതാണ് y1 ഇനീഷ്യൽ ഡെപ്ത് എന്ന് പറയുന്നത്. അടുത്ത സീക്വൻറ്റ് ഡെപ്ത്, ദ ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ് ഈസ് കോൾഡ് സീക്വൻറ്റ് ഡെപ്ത്. ഇതാണ് സീക്വൻറ്റ് ഡെപ്ത് y2. ഹൈഡ്രോളിക് ജമ്പിന് ശേഷമുള്ള ഡെപ്ത് ഓഫ് ഫ്ലോനെ പറയുന്നതാണ് സീക്വൻറ്റ് ഡെപ്ത്. അടുത്തത് കോൺജുഗേറ്റ് ഡെപ്ത്സ്. ദ ഇനീഷ്യൽ ഡെപ്ത് ആൻഡ് സീക്വൻറ്റ് ഡെപ്ത്സ് ആർ കോമൺലി നോൺ ആസ് കോൺജുഗേറ്റ് ഡെപ്ത്. ഇനീഷ്യൽ ഡെപ്തിനെയും സീക്വൻറ്റ് ഡെപ്തിനെയും രണ്ടും കൂടെ കോമൺ ആയിട്ട് പറയുന്നതാണ് കോൺജുഗേറ്റ് ഡെപ്ത്സ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഫോഴ്സ് ഡയഗ്രാം പറയുന്ന സമയത്ത് ഈ കോൺജുഗേറ്റ് ഡെപ്ത് എന്നുള്ള ടേം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺജുഗേറ്റ് ഡെപ്ത് ആക്ച്വലി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെയിം സ്പെസിഫിക് ഫോഴ്സ്. ഇതാണ് സ്പെസിഫിക് ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. y കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്, x കോർഡിനേറ്റ് ആയിട്ട് സ്പെസിഫിക് ഫോഴ്സ്. മിനിമം സ്പെസിഫിക് ഫോഴ്സ് ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. അത് ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ഇനി അതല്ലാത്ത ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫോഴ്സ് മിനിമം അല്ലാത്ത ഏതൊരു സ്പെസിഫിക് ഫോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു സ്പെസിഫിക് ഫോഴ്സ് എടുക്കുന്നെങ്കിൽ ഇവിടെ എനിക്കൊരു ഡെപ്ത് ഓഫ് ഫ്ലോ കിട്ടുന്നുണ്ട്, പിന്നെ ഇവിടെയും ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ കിട്ടുന്നുണ്ട്. ഒന്നെന്താണ്? സൂപ്പർ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ക്രിട്ടിക്കൽ ഫ്ലോനെക്കാട്ടിയും അതിന് കറസ്പോണ്ടിങ് ഡെപ്തിനെക്കാട്ടിയും കുറവാണ് ഡെപ്ത് ഓഫ് ഫ്ലോ എന്നെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. അതേപോലെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. മീൻസ് മിനിമം സ്പെസിഫിക് ഫോഴ്സ് അല്ലാതെ വേറെ ഏത് സ്പെസിഫിക് ഫോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും രണ്ട് ഡെപ്ത് ഓഫ് ഫ്ലോ കിട്ടും. ഒന്ന് സൂപ്പർ ക്രിട്ടിക്കൽ ആയിരിക്കും, അടുത്തത് എന്തായിരിക്കും? സബ് ക്രിട്ടിക്കൽ ആയിരിക്കും. ഓക്കെ, അതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? സെയിം സ്പെസിഫിക് ഫോഴ്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ രണ്ട് ഡെപ്തിന് എന്താണ് പറഞ്ഞത്? കോൺജുഗേറ്റ് ഡെപ്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഇനീഷ്യൽ ഡെപ്ത് ഏതായിരിക്കും? ഈ ഒരു പോയിൻ്റ് ആയിരിക്കും. കാരണം ഹൈഡ്രോളിക് ജമ്പിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ക്രിട്ടിക്കൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഓക്കെ, പിന്നെ ഹൈഡ്രോളിക് ജമ്പിന് ശേഷം എന്തായിരിക്കും? അത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഇതിലെ 1 ആണ് ഇനീഷ്യൽ ഡെപ്ത് എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത് എന്താണ്? സീക്വൻറ്റ് ഡെപ്ത് ആണ്. അതായത് സെക്ഷൻ 1 ആൻഡ് 2 എന്തായിരിക്കും? സെയിം. ഇവിടെയുള്ള സ്പെസിഫിക് ഫോഴ്സും ഇവിടെയുള്ള സ്പെസിഫിക് ഫോഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെക്ഷൻ 1 ബിഫോർ ഹൈഡ്രോളിക് ജമ്പ് ആൻഡ് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്ന സ്പെസിഫിക് ഫോഴ്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ആ രണ്ട് ഡെപ്തിനെയും എന്താ പറയും? കോൺജുഗേറ്റ് ഡെപ്ത് എന്ന് പറയും. അടുത്തത് ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. The difference between depths before and after hydraulic jump is known as height of hydraulic jump. Height of hydraulic jump എന്ന് വെച്ചാൽ y2 മൈനസ് y1 ആണ്. y1 എന്ന് വെച്ചാൽ ബിഫോർ ഹൈഡ്രോളിക് ജമ്പിലെ ഡെപ്ത് ഓഫ് ഫ്ലോ, ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പിലെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y2. ഈ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്രഷൻ ഫോർ സീക്വൻറ്റ് ഡെപ്ത് ഇൻ ടേംസ് ഓഫ് റൗണ്ട് നമ്പർ. ആ y2ൻ്റെ റിലേഷൻ ഏതിൻ്റെ ടേംസിലോട്ട് വരുന്നത്? റൗണ്ട് നമ്പറിൻ്റെ ടേംസിലോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കൺസിഡർ ദ എക്സ്പ്രഷൻ y2 is equal to minus y1/2 plus y1/2 whole square plus 2 square root of y1/2 whole square plus 2 q square by gb square into y1. ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. ഇതിൽ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു എന്താണ്? a1 v1. ഞാൻ അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിൻ്റെ ടേംസിലോട്ടാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനീഷ്യൽ ഫ്രൗഡ് നമ്പർ സെക്ഷൻ 1 ഫ്രൗഡ് നമ്പറിൻ്റെ ടേംസിലോട്ടാണ് മാറ്റുന്നത്. q is equal to a1 v1. ഡിസ്ചാർജ് is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇത് കിട്ടും b ഇൻറ്റു y1. ഏരിയ അറ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ b ഇൻറ്റു y1 ഇൻറ്റു വെലോസിറ്റി എന്ന് വെച്ചാൽ v1. ഓക്കെ, ഇനി ഈ ഡിസ്ചാർജിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 ഇൻറ്റു b ഇൻറ്റു y1 ഇൻറ്റു v1. ഡിസ്ചാർജ് സ്ക്വയർ ആണ്, അത് സ്ക്വയർ വന്നു. പിന്നെ ഓരോ ടേംസിനും സ്ക്വയർ ചെയ്യുന്നു. ഇവിടെ ബി സ്ക്വയർ വരും, y1 സ്ക്വയർ വരും, v1 സ്ക്വയർ വരും. ഇവർ ബി സ്ക്വയർ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തായാലും y2 is equal to minus y1/2 plus square root of y1/2 whole square plus 2 times y1 square v1 square by g into y1. ഓക്കെ, ഇനി ഈ ഒരു ടേമിൽ ഇവിടെ ഞാൻ 4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവില്ല, 4/4 വാല്യൂനൊന്നും ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബാക്കി ടേംസൊക്കെ അതേപോലെ ഉണ്ട്. ഇനി ഇവിടെ 4 × 2 എന്ന് വെച്ചാൽ 8. ഓക്കെ, പിന്നെ y1² ഓക്കെ, ഇതിനെ എടുത്തോട്ട് 4 × 2 8 എഴുതിയിട്ടുണ്ട്. പിന്നെ y1²/4 ഉണ്ട്, v1² അതേപോലെ ഉണ്ട്, gy1 ഉണ്ട്. ബാക്കി ഈ ടേംസിലൊന്നും മാറ്റില്ല. ഈ y1²/4 എന്താ എഴുതാം, y1/2² എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ബാക്കി ടേംസൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇനി ഈ ഒരു ടേമും നോക്കുക. ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്, y1/2² കോമൺ ആണ്. അതിനെ പുറത്തെടുത്താൽ എന്ത് കിട്ടും, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ y1/2² ഉണ്ട്. ഇവിടെ ബാക്കി 1 ആണെന്നുള്ളത് പ്ലസ് 8 ടൈംസ് v1²/gy1. ഓക്കെ, ഇനി ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനെ പുറത്തോട്ട് എടുക്കുന്നത് y1/2² അതിനെ റൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, y1/2 എന്ന് കിട്ടും. അതായത് y2 = -y1/2 പ്ലസ് y1/2 ഇൻറ്റു ബാക്കി അകത്തുള്ള ടേം. ഓക്കെ, ഇനി ഫ്രൗഡ് നമ്പർ ബിഫോർ ഹൈഡ്രോളിക് ജമ്പ്. ബിഫോർ ഹൈഡ്രോളിക് ജമ്പ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സെക്ഷൻ 1. അവിടെയുള്ള ഫ്രൗഡ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, ഫ്രൗഡ് നമ്പറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ FR1 = v1/√g(d1). d എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഡെപ്ത് = ഏരിയ ബൈ ടോപ്പ് വിഡ്ത്ത് ആണ്. d1 എന്ന് വെച്ചാൽ a1/t. ഏരിയ എന്ന് വെച്ചാൽ b × y1 / ടോപ്പ് വിഡ്ത്ത് b ആയിരിക്കും റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിൽ. റെക്ടാങ്കുലർ ചാനൽ എന്ന് വെച്ചാൽ ടോപ്പ് വിഡ്ത്തും അതേപോലെ ചാനൽ ബേസിൻ്റെ വിഡ്ത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും, d1 = y1 ആണ് കിട്ടുക. അതായത് ഫ്രൗഡ് നമ്പർ അറ്റ് അപ്സ്ട്രീം = v1/√gy1. ഓക്കെ, ഇവിടെ നമുക്കുള്ള ടേം എന്താണ്, v1²/gy1 ആണ്. FR1 സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും, v1²/gy1 കിട്ടും. അതാണ് ഇവിടെ ഉള്ളത്, v1²/gy1 ആണ് ഇവിടെ ഉള്ളത്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, y2 = -y1/2 പ്ലസ് y1/2 ഇൻറ്റു √1 പ്ലസ് 8 ടൈംസ് FR1². അല്ലെങ്കിൽ y2 = y1/2 എന്ന് പറയുന്നത് കോമൺ ആണ്. അതിൻ്റെ പുറത്തെടുത്താൽ എന്ത് കിട്ടും, √1 പ്ലസ് 8 ടൈംസ് FR1² -1. ഓക്കെ, ഇതിൻ്റെ -1. ഇതാണ് സീക്വൻറ്റ് ഡെപ്ത്. y2 എന്ന് പറഞ്ഞാൽ സീക്വൻറ്റ് ഡെപ്ത് ഇൻ ടേംസ് ഓഫ് അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ. എല്ലാം നമുക്ക് എന്ത് ചെയ്താൽ, ഇതിൽ നിന്ന് y2/y1 സീക്വൻറ്റ് ഡെപ്ത് ബൈ ഇനീഷ്യൽ ഡെപ്ത് = 1/2 ഇൻറ്റു √1 പ്ലസ് 8 FR1² -1. ഓക്കെ, ഇതാണ് സീക്വൻറ്റ് ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ. അടുത്തത് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ദ ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ ഫ്രണ്ട് ഫേസ് ഓഫ് ജമ്പ് ടു ദി സെക്ഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ജമ്പ്. ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സ്റ്റാർട്ടിങ് ഹൈഡ്രോളിക് ജമ്പ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് എക്സാക്റ്റ് എൻഡിങ് പൊസിഷൻ, ആ ഒരു തമ്മിലെ ഡിസ്റ്റൻസ്, അതാണ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ബൈ തിയററ്റിക്കലി എക്സാക്റ്റ് ലെങ്ത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹൈഡ്രോളിക് ജമ്പ് എന്ന് വെച്ചാൽ എന്തുണ്ട്, ഹൈ ടർബുലൻസ് ആണ്. ഹൈ ടർബുലൻസ് ആൻഡ് ലാർജ് എഡീസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാക്റ്റ് സ്റ്റാർട്ടിങ് അതേപോലെ എക്സാക്റ്റ് എൻഡ് പോയിൻ്റ് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സ്പെരിമെൻ്റലി അതിൻ്റെ അപ്രോക്സിമേറ്റ് റേഞ്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്, ഫോർ എ റെക്ടാങ്കുലർ ചാനൽ ഫ്രം എക്സ്പെരിമെൻറ്റ്സ് ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഈസ് = 5 to 7 ടൈംസ് ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടത്തോട്ടൊരു ഡിസ്റ്റൻസ് ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ 5 to 7 ടൈംസ് ആയിരിക്കും ഈ ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു റേഞ്ചാണ് ഇത്. അടുത്തത് എനർജി ലോസ് ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. During hydraulic jump, considerable amount of energy loss takes place due to eddy formation and turbulence. ഇവിടെ ഹൈഡ്രോളിക് ജമ്പ് നടക്കുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് എഡീസ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ ഹൈ ടർബുലൻസ് ആണ്. ഹൈ ടർബുലൻസ് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് റൊട്ടേഷൻ. എഡീസ് എന്ന് പറഞ്ഞാൽ ഫ്ലോ റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് എന്താണ്, ആ എഡീസ് ഫോം ചെയ്യുന്ന സമയത്ത് എനർജി ലോസ് ആണ് ഉണ്ടാകുന്നത്. ഈ ഒരു സെക്ഷനിലെ എനർജീനെക്കാട്ടിയും കുറവായിരിക്കും ഇവിടെയുള്ളൊരു ഈ ഒരു സെക്ഷൻ 2 എനർജി എന്ന് പറയുന്നത്. ഓക്കെ, this loss of energy is equal to difference of specific energies before and after hydraulic jump. ഇവിടെയുള്ള സ്പെസിഫിക് എനർജി മൈനസ് ഇവിടെയുള്ള സ്പെസിഫിക് എനർജി അത് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക്
എനർജി ലോസ് കിട്ടും. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ചാനലാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിഫറൻസ് ഇൻ സ്പെസിഫിക് എനർജി എടുത്താൽ എന്ത് കിട്ടും, എനർജി ലോസ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, എനർജി ലോസിൻ്റെ എക്സ്പ്രഷനാണ് ഇനി ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ ഹൈഡ്രോളിക് ജംപ് ഫോംഡ് ഇൻ പ്രിസ്മാറ്റിക് റെക്ടാങ്കുലർ ചാനൽ വിത്ത് ഹൊറിസോണ്ടൽ ബെഡ്. y1 ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1, y2 ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2. ഇവിടെയുള്ള വെലോസിറ്റി v1, ഇവിടെയുള്ള വെലോസിറ്റി v2, അതേപോലെ ഏരിയ സെക്ഷൻ 1ൽ a1, a2 എന്ന് പറയുന്നത് സെക്ഷൻ 2ലെ ഏരിയ, q ഡിസ്ചാർജ്, b എന്ന് പറയുന്നത് ചാനൽ വിഡ്ത്ത്. യൂഷ്വൽ നൊട്ടേഷൻസ്. റെക്ടാങ്കുലർ ചാനൽ സെക്ഷൻ്റെ ഏരിയയുടെ എക്സ്പ്രഷൻ a1 = b × y1 ആണ്. അതേപോലെ a2 എന്ന് വെച്ചാൽ b × y2 ആണ്. സ്പെസിഫിക് എനർജി അറ്റ് സെക്ഷൻ 1 എന്താ കിട്ടുന്നത്, E1 = y1 + v1² / 2g. പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്. അതേപോലെ സെക്ഷൻ 2ൽ E2 = y2 + v2² / 2g. ഇനി ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ് HL = E1 - E2 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, HL = y1 + v1² / 2g - y2 + v2² / 2g. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് തരുന്നു. വെലോസിറ്റിയുടെ ടേംസ് ഒന്നാക്കുന്നത്, അതേപോലെ ഡെപ്ത് ഓഫ് ഫ്ലോയുടെ ടേംസ് ഒന്നാക്കുന്നത്. HL = v1² / 2g - v2² / 2g y2 - y1. ഈ ഒരു എക്സ്പ്രഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി അറ്റ് സെക്ഷൻ 1 എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ബൈ ഏരിയ അറ്റ് സെക്ഷൻ 1. ഏരിയ അറ്റ് സെക്ഷൻ 1ൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് കിട്ടും, q/b × y1. അതേപോലെ വെലോസിറ്റി അറ്റ് 2 എന്ന് വെച്ചാൽ ഈ ഒരു ടേം കിട്ടും. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വെലോസിറ്റി സ്ക്വയർ ആണ്, അന്നേരം എന്ത് ചെയ്യണം, ഇതിനെ സ്ക്വയർ റേറ്റ് എഴുതണം. അതേപോലെ വെലോസിറ്റി 2ന് ഇതിനെയും സ്ക്വയർ റേറ്റ് എഴുതുന്നു. ഇതിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, q² / 2g, 2² / 2g × b² കോമൺ ആണ്. അതിന് പുറത്തെടുത്ത് എന്ത് കിട്ടും, 1/y1² - 1/y2² -y2 - y1. HLൻ്റെ എക്സ്പ്രഷൻ. ഇനി ഈ ഒരു ടേമിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. HL = q² / 2g × b² × y2² - y1² y1² × y2². ബാക്കി ഈ ഒരു ടേം. ഇനി ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. q² ഈ ഒരു ടേം ഇവിടുത്തെ എല്ലാതിന് സബ്സ്റ്റിറ്റ്യൂഷൻ q² g b² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രം മൊമെൻറ്റം ഇക്വേഷൻ ഫോർ ഹൈഡ്രോളിക് ജംപ് ഇൻ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനൽ. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതായിരുന്നു. മൊമെൻറ്റം ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, 2q² g b² = y1 y2 × y1 + y2 ആയിരുന്നു. നമുക്ക് ഇവിടെ ഉള്ളത് q² g b² ആണ്. ഇതിൽ നിന്ന് എന്ത് എഴുതാൻ വേണ്ടി പറ്റും, q² g b² = y1 y2 / 2 × y1 + y2. ഈ ഒരു ടേം q² g b² സ്ഥാനത്തോട്ട് ഈ ഒരു ടേം ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്ത് കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇതിൽ എന്ത് കിട്ടും, y1 y2 × 2 × 2 4 ആണ്. പിന്നെ y1 + y2, ബാക്കി ഈ ടേം അതേപോലെ ഉണ്ട്. ഇനി എന്ത് ചെയ്യുന്നത്, ഈ ഒരു y1 y2 ഉണ്ട്. ഇവിടെ y1 y2 2 ആണ്. y1² × y2² എന്ന് പറഞ്ഞാൽ y1 y2 2. ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താ ഉള്ളത്, y1 + y2 ഇവിടെ y2² - y1², ഇവിടെ തന്നെ 4 × y1 y2 y2 - y1. ഓക്കെ, ഇനി ഇവിടെ y2² - y1², ഇതെന്താണ്, a² - b² ഫോർമാറ്റാണ്. a + b × a - b ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ട്. എഴുതിയാൽ കിട്ടും. പിന്നെ ഇതിനെ y1 + y2 × y2 + y1. y2 + y1 എന്ന് വെച്ചാൽ y1 + y2 ആണ്. ഇത് എന്താ എഴുതാൻ വേണ്ടി പറ്റും, y1 + y2 2 × y2 - y1 / 4 y1 y2 മൈനസ് ഈ ഒരു ടേം y2 - y1. ഇതിൽ y2 - y1 രണ്ടിലും കോമൺ ആണ്. y2 - y1 പുറത്തേക്കെടുത്ത ബാക്കി എന്താ ഉള്ളത്, y1 + y2 2 / 4 ടൈംസ് y1 y2 - 1. ഓക്കെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ കിട്ടും, y2 - y1 × y1 + y2 2 -4 ടൈംസ് y1 y2 / 4 ടൈംസ് y1 y2. ഇതിനെ ഇനി എക്സ്പാൻഡ് ചെയ്യുന്നത് a + b 2 a² + b² + 2ab ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്താ 2 y1 y2 ആണ്, -4 y1 y2 ആണ്. ഇത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും, -2 y1 y2 എന്ന് കിട്ടും.
ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ -2 y1 y2 കിട്ടും. ബാക്കി ടേംസൊക്കെ സെയിം ആണ്. ഇതെന്താണ്? ഇത് നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, y2 - y1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു ടേമിനെ, മുകളിലത്തെ ഈ ടേമിനെ y2 - y1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ എന്തായാലും ഇത് y2 - y1 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും y2 - y1 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4 ടൈംസ് y1 y2. എനർജി ലോസ് ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. HL = y2 - y1 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4 ടൈംസ് y1 y2. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഫസ്റ്റ് വൺ, the increase of height of water during transition of unstable supercritical flow into stable subcritical flow is known as hydraulic jump. Therefore, upstream of jump is supercritical flow and downstream of jump is subcritical flow. Means ഹൈഡ്രോളിക് ജമ്പ് ഒക്കറിയുന്ന എപ്പോഴാണ്? സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോ സബ് ക്രിറ്റിക്കൽ ഫ്ലോ ആവുന്ന സമയത്താണ്. മീൻസ് ആ ഫ്ലോൻ്റെ ഹൈഡ്രോളിക് ജമ്പിൻ്റെ അപ്സ്ട്രീം എപ്പോഴും എന്തായിരിക്കും? സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോ ആയിരിക്കും. ആഫ്റ്റർ ദി ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് എപ്പോഴും സബ് ക്രിറ്റിക്കൽ ഫ്ലോയും ആയിരിക്കും. സെക്കൻഡ് വൺ, ദ ഫ്രൗഡ് നമ്പർ ഓഫ് സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോ ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആൻഡ് ഫ്രൗഡ് നമ്പർ ഫോർ സബ് ക്രിറ്റിക്കൽ ഫ്ലോ ഈസ് ലെസ് ദാൻ യൂണിറ്റി. Therefore, hydraulic jump can occur only when upstream Froude number is greater than unity. ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, അപ്സ്ട്രീം ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോ ആണെങ്കിൽ മാത്രമേ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുന്നുള്ളൂ. സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോൻ്റെ കേസിൽ ഫ്രൗഡ് നമ്പർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മീൻസ് നേരത്തെ പറഞ്ഞ സെക്ഷൻ 1 അവിടെ ഫ്രൗഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്സ്ട്രീമിലെ ഫ്രൗഡ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദ സീക്വൻറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ y2 ആഫ്റ്റർ ജമ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ. സീക്വൻറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് y2 എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. എന്താണ്? y2 = y1/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 + 8 FR1² - 1. Fourth one, stronger the jump, the energy loss will be increased. Strength of jump is equal to FR1/FR2. Upstream Froude number divided by downstream Froude number. മോർ സ്ട്രോങ് ജമ്പ് എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രോങ്ങർ ജമ്പ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ എനർജി ലോസ് ഉണ്ടാവും. ഫിഫ്ത്ത് വൺ, എനർജി ലോസ്. The loss of energy in hydraulic jump is equal to difference in specific energy before and after the jump. അതായത് എനർജി ലോസ് ഇൻ ഹൈഡ്രോളിക് ജമ്പ് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്താണ്. ആരുടെ ഡിഫറൻസ് ആണ്? സ്പെസിഫിക് എനർജി ബിഫോർ ജമ്പ്, പിന്നെ സ്പെസിഫിക് എനർജി ആഫ്റ്റർ ദി ജമ്പ്. അടുത്തത് എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ദ എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോളിക് ജമ്പ് മേ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോ ആഫ്റ്റർ ജമ്പ് ടു ദി സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോ ബിഫോർ ജമ്പ്. എഫിഷ്യൻസി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? E2/E1 ആണ്. സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോ ആഫ്റ്റർ ദി ജമ്പ് ഡിവൈഡ് ബൈ സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോ ബിഫോർ ദി ജമ്പ്. ആ ടേമിനാണ് എന്ത് പറയുന്നത്? എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ജംപ്സ്. According to the value of upstream Froude number, the hydraulic jumps are classified into various categories. അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ, അതായത് നമ്മൾ പറയുന്ന സെക്ഷൻ 1 ഫ്രൗഡ് നമ്പർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഹൈഡ്രോളിക് ജംപ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റത്തെ കേസ്, ഫോർ ഫ്രൗഡ് നമ്പർ ഈസ് ഈക്വൽ ടു 1 ദ ഫ്ലോ ഈസ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ആൻഡ് ഹെൻസ് നോ ഹൈഡ്രോളിക് ജംപ് ക്യാൻ ഫോം. അപ്സ്ട്രീം കണ്ടീഷനിൽ, അപ്സ്ട്രീം സ്റ്റേറ്റിൽ എന്താണ്? ഫ്രൗഡ് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്, പിന്നെ ഒരിക്കലും ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവുന്നില്ല. ഈസ് ഈക്വൽ ടു 1, ഫ്രൗഡ് നമ്പർ ഈസ് ഈക്വൽ ടു 1 ക്രിട്ടിക്കൽ ഫ്ലോ ആണ്, അവിടെയും എന്തുണ്ടാവില്ല? ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവില്ല. ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവണമെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കണം. അതായത് ഫ്രൗഡ് നമ്പർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1. തിയററ്റിക്കലി സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് ഫ്രൗഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്താണ്. ആ കേസിൽ മാത്രമേ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവുന്നുള്ളൂ. ഇതാണ് ആദ്യത്തെ പറയുന്നത്. FR ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ FR ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ കേസിൽ ഒരിക്കലും ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവുന്നില്ല. അടുത്തത് സെക്കൻഡ് വൺ, അണ്ടുലാർ ജമ്പ്. ഫോർ അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ ഈസ് ഈക്വൽ ടു 1 to 1.7 ദർ ഈസ് നോ അബ്രപ്റ്റ് റൈസ് ഓഫ് വാട്ടർ ലെവൽ. സീരീസ് ഓഫ് സ്മോൾ വേവ്സ് ആർ സെറ്റപ്പ് വിച്ച് ഗ്രാജുവലി ഡിമിനിഷസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. The water surface shows undulations of gradually decreasing size.
ദിസ് ടൈപ്പ് ഓഫ് ജമ്പ് ഈസ് കോൾഡ് അണ്ടുലാർ ജമ്പ്. ഇനി ഫ്രൗഡ് നമ്പറിൻ്റെ റേഞ്ച് 1 to 1.7. 1 ഉണ്ടാവില്ല, ഗ്രേറ്റർ ദാൻ 1, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 to 1.7. ഇവിടെ അപ്സ്ട്രീമിലെ ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ ഇതാണെങ്കിൽ ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കുറയും? ഈ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കുറയും. ഫ്രൗഡ് നമ്പർ ഇതിനെക്കാട്ടിയും കൂടുതൽ ഒരു 5 ആവുന്ന സമയത്ത് ഈ y1ൻ്റെ അത്രയും ഡെപ്ത് ഉണ്ടാവില്ല, ഡെപ്ത് കുറവാണ്. ഓക്കെ, ഫ്രൗഡ് നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഇനി ഫ്രൗഡ് നമ്പറിൻ്റെ റേഞ്ച് അപ്സ്ട്രീമിൽ 1 to 1.7 ആവുന്ന സമയത്ത് പിന്നെ വാട്ടർ ലെവലിന് വലിയ റൈസ് ഒന്നും ഉണ്ടാവില്ല. മീൻസ് ഇത് ബിഫോർ ഹൈഡ്രോളിക് ജമ്പാണ്, ഇത് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പാണ്. ഈ ഒരു റേഞ്ചിലാണ് ഫ്രൗഡ് നമ്പർ എങ്കിൽ y1നെക്കാട്ടിയും ജസ്റ്റ് ചെറിയൊരു ഇൻക്രീസ് മാത്രമേ y2ന് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അതാണ് ദർ ഈസ് നോ അബ്രപ്റ്റ് റൈസ് ഓഫ് വാട്ടർ. അല്ലാണ്ട് y1നെക്കാട്ടും വലിയൊരു റൈസ് ഇവിടെ ഉണ്ടാവുന്നില്ല. പിന്നെന്താണ് ഉണ്ടാകുന്നത്? ഒരു മേജർ ഹൈഡ്രോളിക് ജമ്പായിട്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് സർഫസ് അണ്ടുലേഷൻസ് മാത്രം. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തരം ജമ്പിനെയാണ് അണ്ടുലാർ ജമ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു സർഫസ് അണ്ടുലേഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് വീക്ക് ജമ്പ്. ഫോർ അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ 1.7 to 2.5. ഇവിടെയുള്ള ഫ്രൗഡ് നമ്പർ 1.7 to 2.5 ആവുന്ന സമയത്ത് എ സീരീസ് ഓഫ് സ്മോൾ റോളേഴ്സ് ഓഫ് ടർബുലൻറ്റ് വാട്ടർ ഡെവലപ്പ് ഓൺ ദി സർഫസ് ഓഫ് ദി ജമ്പ്, ബട്ട് ഡൗൺ സ്ട്രീം വാട്ടർ സർഫസ് റിമെയിൻ സ്മൂത്ത്. ദിസ് ടൈപ്പ് ഓഫ് ജമ്പ് ഈസ് കോൾഡ് വീക്ക് ജമ്പ്. ജസ്റ്റ് സ്മോൾ ടർബുലൻസ് മാത്രമേ ഇവിടെ ഉണ്ടാവില്ല, സ്മോൾ എഡീസ് മാത്രമേ ഈ ഒരു കേസിൽ ഫോം ചെയ്യുന്നുള്ളൂ. അതേപോലെ y2 എന്ന് പറയുന്നത് y1നെക്കാട്ടിയും വളരെ ഹൈ വാല്യൂ ഒന്നും ആയിരിക്കില്ല വീക്ക് ജമ്പിൻ്റെ കേസിൽ. ഇവിടെ എനർജി ലോസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതേപോലെ ഡിഫറൻസ് ഇൻ കോൺജുഗേറ്റ് ഡെപ്ത് ഈസ് സ്മോൾ. y2 - y1 എന്ന് പറയുന്നത് വെരി സ്മോൾ വാല്യൂ ആയിരിക്കും വീക്ക് ജമ്പിൻ്റെ കേസിൽ. അടുത്തത് ഓസിലേറ്റിംഗ് ജമ്പ്. ഫോർ അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ 2.5 to 4.5 there is an entering jet of water oscillate back and forth from bottom surface and from the bottom to the surface and back again. Each oscillation produces a large wave of irregular period which can travel very long distance, doing large damage to earth bank in the canal. This type of jump may be called oscillating jump. അടുത്ത കേസ് എന്ന് വെച്ചാൽ ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ 2.5 to 4.5. ആ കേസിലാവുന്ന സമയത്തിൻ്റെ ജമ്പാണ് ഓസിലേറ്റിംഗ് ജമ്പ് എന്ന് പറയുന്നത്. വാട്ടർ ജെറ്റ് എന്ത് ചെയ്യും? ആ സർഫസിൽ നിന്ന് ബോട്ടത്തിലോട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് വേവ്സ്, ലാർജ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വേവ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആ വേവ്സിന് പിന്നെന്തുണ്ട്? എർത്തൻ ബാങ്ക്സിന് ഡാമേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കേസിൽ ഓസിലേറ്റിംഗ് ജമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അടുത്തത് സ്റ്റഡി ജമ്പ്. ഫോർ അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ ഈസ് ഈക്വൽ ടു 4.5 to 9. ഫ്രൗഡ് നമ്പർ കൂടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്താണ്? തൊട്ട് മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഡെപ്ത് ഓഫ് ഫ്ലോ കുറയുന്നുണ്ട്. അപ്സ്ട്രീമിൽ ഡെപ്ത് ഓഫ് ഫ്ലോ കുറയുന്നുണ്ട് ഫ്രൗഡ് നമ്പർ കൂടുന്നതിനനുസരിച്ച്. മീൻസ് ഇവിടെയുള്ള വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫോർ എ ഗിവൺ ഡിസ്ചാർജ് വെലോസിറ്റി കൂടുന്ന സമയത്ത് ഏരിയ കുറയും, ഡെപ്ത് ഓഫ് ഫ്ലോ കുറയും. അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ 4.5 to 9 ആവുന്ന കേസിൽ ദ ജമ്പ് ഈസ് വെൽ ബാലൻസ്ഡ് ഓർ വെൽ സ്റ്റെബിലൈസ്ഡ്. ഈ ഒരു കേസാണ് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ സ്റ്റഡി ജമ്പാണ്. ഇവിടെ ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ഫ്രൗഡ് നമ്പർ 4.5 to 9 റേഞ്ചിൽ വരുന്ന സമയത്താണ്. അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ ഈ ഒരു റേഞ്ചിൽ വരുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ജമ്പാണ് സ്റ്റഡി ജമ്പ് അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ജമ്പ് എന്ന് പറയുന്നത്. ഈ കേസിൽ എനർജി ഡിസിപ്പേഷൻ 45% to 70% എനർജി ഡിസിപ്പേഷൻ ഈ ഒരു റേഞ്ചിലാണ് വരിക. ഓക്കെ, ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ജമ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ജമ്പാണ്. എനർജി ഡിസിപ്പേഷൻ പ്രാക്ടിക്കൽ പർപ്പസ് കേസിൽ. ഇവിടെ എന്താണ്? കോൺജുഗേറ്റ് ഡെപ്തിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതായത് y2 - y1 വാല്യൂ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും. അടുത്തത് സ്ട്രോങ് ജമ്പ്. ഫോർ അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ ഈസ് ഈക്വൽ ടു 9 and large ദ ജമ്പ് ഫോംഡ് ഈസ് കോൾഡ് സ്ട്രോങ് ജമ്പ്. ഇവിടുത്തെ ഫ്രൗഡ് നമ്പർ 9 and large ആവുന്ന സമയത്തുള്ള ജമ്പാണ് സ്ട്രോങ് ജമ്പ് എന്ന് പറയുന്നത്. ഈ കേസിൽ എന്ന് വെച്ചാൽ റഫ് സർഫസ് പ്രിവെയിൽസ് വിച്ച് കണ്ടിന്യൂ ഡൗൺ സ്ട്രീം ഫോർ എ ലോങ് ഡിസ്റ്റൻസ്. ഈ സ്ട്രോങ് ജമ്പ് ഉണ്ടാകുന്ന സമയത്ത് റഫ് സർഫസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത് പെട്ടെന്ന് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിമിനിഷ് ചെയ്ത് പോകുന്നില്ല, ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ഒന്നുണ്ടാവും. ആ ഒരു റഫ് സർഫസ് പ്രിവെയിൽ ചെയ്യും സ്ട്രോങ് ജമ്പിൻ്റെ കേസിൽ. ഈ ഒരു ഫ്രൗഡ് നമ്പർ റേഞ്ചിലാണ് ഫോം ചെയ്യുന്നത്. ദ ജമ്പ് ആക്ഷൻ ഈസ് ക്വൈറ്റ് റഫ്
ബട്ട് ഈസ് എഫക്റ്റീവ് സിൻസ് എനർജി ഡിസിപ്പേഷൻ മേ റീച്ച് 85%. ഹൈ എനർജി ഡിസിപ്പേഷൻ ഇതിലുണ്ടാവും. ഇത്രയും ഹൈ ഫ്രൗഡ് നമ്പറാണ് അപ്സ്ട്രീമിലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രോങ് ജമ്പാണ് 85% എനർജി ഡിസിപ്പേഷൻ വരെ അതിൽ കിട്ടും. അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. The hydraulic jump primarily serves as energy dissipator to dissipate the excess energy of flowing water on the downstream of hydraulic structures such as spillways and sluice gate. Dissipating the excess energy prevents the erosion of channel bottom. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പ്രാക്ടിക്കൽ യൂസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പം ഒരു സ്ലൂയിസ് ഗേറ്റ്, അത് കഴിഞ്ഞാടുള്ള ഫ്ലോ എന്ന് വെച്ചാൽ ഹൈ വെലോസിറ്റി അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് വെച്ചാൽ ഹൈ വെലോസിറ്റിയിലാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. ആ ഹൈ വെലോസിറ്റിയിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചാനൽ ബെഡ് ഇറോഡ് ചെയ്ത് പോകും. ഓക്കെ, ചാനൽ ബെഡ് ഇറോഡ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താ ചെയ്യുക, ആ സ്ട്രക്ചറിനെ ഡാമേജ് ചെയ്തു, ചാനൽ ബെഡിന് ഡാമേജ് വരും. നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ വെലോസിറ്റി ഓഫ് ഫ്ലോ കുറക്കാൻ വേണ്ടി പറ്റണം. ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വെലോസിറ്റി ഓഫ് ഫ്ലോ കുറയും, ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, വെലോസിറ്റി ഓഫ് ഫ്ലോ കുറയും. ലോ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണെങ്കിൽ ബെഡ് അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബെഡിനെ ഇറോഡ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റില്ല. മീൻസ് നമുക്ക് ചാനൽ ബെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹൈഡ്രോളിക് ജമ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. പ്രൊഡ്യൂസ് ചെയ്താൽ എന്താണ്, ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്തു, വെലോസിറ്റി ഓഫ് ഫ്ലോ ഡിക്രീസ് ചെയ്തു. ആ ഇറോഷൻ നമുക്കിവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ എനർജി ഡിസിപ്പേറ്റ് ചെയ്താൽ. സെക്കൻഡ് വൺ, it is used to raise the water level in the irrigation canal to divert the water to side canal or field. ഒക്കെ ഒരു മെയിൻ കനാലിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു ഹൈഡ്രോളിക് ജമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൽ ഡെപ്ത് ഓഫ് ഫ്ലോ, ചാനലിലെ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ആ ഹൈ ഡെപ്ത് ഓഫ് ഫ്ലോ നമുക്ക് ആ മെയിൻ കനാലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് കനാലിലോട്ട് അല്ലെങ്കിൽ പിന്നെ ഫാം ഫീൽഡിലോട്ടൊക്കെ ആ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടറിനെ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. ഹൈ ഡെപ്ത് ഓഫ് ഫ്ലോയിൽ വാട്ടർ അവൈലബിൾ ആണ്. സൈഡ് കനാലിലൂടെ അതേപോലെ ഡയറക്റ്റായിട്ട് ഫാം ഫീൽഡിലോട്ടും ലിക്വിഡ് നമുക്ക് കൺവേ ചെയ്യാൻ ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. തേർഡ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഡിസ്ചാർജ് ഫ്രം സ്ലൂയിസ് ഗേറ്റ് ബൈ ഹോൾഡിംഗ് ബാക്ക് ടൈൽ വാട്ടർ, അതായത് ബൈ ഇൻക്രീസിങ് ദ എഫക്റ്റീവ് ഹെഡ് കോസിങ് ദ ഫ്ലോ. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മിക്സിംഗ് ഓഫ് കെമിക്കൽസ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്. ഈ വാട്ടറിലോട്ട് കെമിക്കൽസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, ഹൈ ടർബുലൻസ് ഉണ്ട്. ഹൈ ടർബുലൻസ് മീൻസ് ലാർജ് മിക്സിങ്, ഫ്ലോ മിക്സിങ് അവിടെ വരും. ആ ലൊക്കേഷനിലോട്ട് കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്താണ്, അത് ആ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല എഫക്റ്റീവായിട്ട് ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഏരിയയിൽ കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഓഫ് ലാർജ് ടർബുലൻസ് കൂടുതലുള്ള സ്ഥലത്ത് എന്താണ്, പെർഫെക്റ്റ് മിക്സിങ് കിട്ടും. ആ ആഡ് ചെയ്യുന്ന കെമിക്കൽ ആ ലിക്വിഡായിട്ട് വാട്ടറുമായിട്ട് എന്താണ് പെർഫെക്റ്റായിട്ട് മിക്സ് ചെയ്യും. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എയറേറ്റ് ഡ്രിങ്കിങ് വാട്ടർ ഫോർ സിറ്റി വാട്ടർ സപ്ലൈസ്. അതെന്താണ്, ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഹൈ ടർബുലൻസ് നേച്ചർ തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്.